ജ്യൂസ്. എന്താ ഇത്? ഓറഞ്ച് ജ്യൂസ്. ഞാൻ പോയേ പിന്നെ കൊച്ചമ്മ ഇതൊന്നും കഴിക്കാറില്ലെന്ന് എനിക്കറിയാം. കൊച്ചമ്മയുടെ കോലം കാണുമ്പം എനിക്ക് സങ്കടമാ. ദേ, സമയത്തും കാലത്തും ഇങ്ങനെ ഓരോന്നുണ്ടാക്കി തന്നും കഴിപ്പിച്ചും ഞാൻ എത്ര കാര്യമായിട്ടാ ഈ ശരീരം നോക്കിയിരുന്നത്. 1 മാസം ഞാനൊന്ന് മാറി നിന്നതേ ഉള്ളൂ. അതോടെ സകലതും തീർന്നു. അത് സത്യം. നീ പോയ പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയായി. ആ ആയമത്തള്ള ഇതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. കൊച്ചമ്മയെ കണ്ണെടുത്താ കണ്ടുടല്ലോ അവർക്ക്. എങ്ങനെയെങ്കിലും കൊച്ചമ്മയെ ഒതുക്കണോന്നൊരൊറ്റ വിചാരമല്ലേ ആ മുതുക്കിടെ മനസ്സിലുള്ളൂ. അതറിയാവുന്നോണ്ടല്ലേ ഞാൻ ഏത് നേരവും നേരല്ലോ പോലെ എന്റെ കൊച്ചമ്മയുടെ കൂടെ നടക്കുന്നേ. അമ്മായി എന്താ ആരോട് പിണങ്ങി വന്നതുപോലെ? അമ്മാവനോട് വഴക്കുണ്ടാക്കിയോ? കള്ളും കുടിച്ചു ബോധമില്ലാതെ ആ മുറിയുടെ കോണിലെങ്ങാണ്ട് കിടപ്പുണ്ട് അതിയാൻ. പിന്നെയാ വഴക്ക്. ഈ അമ്മായിക്ക് ഇതെന്തു പറ്റി? ആർച്ചമോളെ, ഞാനും എന്റെ മോളും കൂടി നാട്ടിലേക്ക് തിരിച്ചു പോകുക. അതെന്താ അമ്മായി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ബോധ്യമായി മോളെ. പിന്നിവിടെ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് എന്തിനാ നിൽക്കുന്നേ? ഞങ്ങള് പോയേക്കാം. അമ്മായി ഇങ്ങനെ എടുപിടിന്ന് ചാടി പോകാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. കൊച്ചമ്മേ, ഉള്ള കാര്യം പറയാലോ. വള്ളി ഇങ്ങനെ ദേവന്റെ പിറകെ നടന്നതുകൊണ്ട് മാത്രം അവരുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ദേവന്റെ മനസ്സിലിപ്പോ ആ അല്ലി ടീച്ചർ മാത്രമല്ലേ ഉള്ളൂ. അവളെ അവിടെ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്ത് വല്ലിക്ക് കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ എന്ത് ചെയ്യണോന്ന് നീ പറയുന്നേ? ഇവരുടെ കല്യാണ വിഷയത്തിൽ ദേവന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടാകില്ലെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ആ നിലയ്ക്ക് നമ്മൾ ഇനി മറുവശത്തു കൂടി കാര്യം നേടാൻ ശ്രമിക്കണം. അതായത് വല്യങ്ങിനെ വെച്ച്. അതെങ്ങനെ? കുറച്ചു വളഞ്ഞ വഴിയാ. ഞാനും അനന്തവല്ലിയും കൂടി അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊള്ളാം. കൊച്ചമ്മ ഒരു കാര്യം ചെയ്യും. വിഷ്ണു അണ്ണനെ കൊണ്ട് ഈ കല്യാണ വിഷയം വല്യങ്ങിന്റെ അടുത്ത് അവതരിപ്പിക്കണം. അത് നടക്കൂ മോളെ? ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ ഈ കല്യാണം നടക്കും. വല്യങ്ങന്ന് തന്നെ ദേവണ്ണനെ വിളിച്ചു പറയും, നീ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞാ പിന്നെ ദേവണ്ണി ഒഴിഞ്ഞു മാറാൻ പറ്റുമോ?